ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ വിളിച്ചോണ്ട് പോവിടെ. മോള് കേറ്, നമ്മുടെ വീട്ടിലേക്ക് പോ. എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കു സാറേ. നടക്കില്ല ചന്ദ്രശേഖര. എനിക്ക് ഈ കാര്യത്തിന് വേണ്ടി ഒരു 5 പൈസ ചെലവാക്കാൻ താല്പര്യമില്ല. സാറേ, സിറ്റിയിൽ വഞ്ചിയൂർ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാൻ സാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാം. സാറിന് അതുകൊണ്ട് ലാഭം ഉണ്ടാവും. ബെഞ്ചമിനെ തൽക്കാലം സാറ് കൈകാര്യം ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഈ വഞ്ചിയൂർ കോടതിയുടെ അടുത്ത് നമ്മൾ രണ്ടുകൂടി പോയ ആ പ്രോപ്പർട്ടി അല്ലേ പറഞ്ഞത്? പക്ഷേ താൻ ഇവിടെ നിന്ന് ഇറങ്ങിയ രജിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോ വാക്ക് മാറ്റരുത്. കണിമംഗലം ചന്ദ്രശേഖരന് വാക്കൊന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഉപകാരം ചെയ്ത ആർക്കും ഇന്നേ വരെ ഞാൻ കടം വെച്ചിട്ടില്ല. സാറിന് വിശ്വസിക്കാം. ഓക്കെ, ബെഞ്ചമിന് വേണ്ട പണം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സർ, എനിക്ക് ഇവനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നേ? ആകെയുള്ള ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗൗതം, ഒന്നും ആലോചിക്കാതെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറയില്ല. തൽക്കാലം ആദ്യം രാധിക കൊല്ലപ്പെടണം. അത് കഴിഞ്ഞാൽ വരുണിന്റെ പേരിലുള്ള മുഴുവൻ സമ്പാദ്യവും നമ്മുടെ പേരിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും വലിയ നേട്ടങ്ങളിലേക്ക് എത്തണമെങ്കിൽ. ഇതൊക്കെ നടക്കുമെങ്കിലല്ലേ? നടക്കുമെന്ന വിശ്വാസം കൊണ്ടാടാ ഇതിനകത്ത് ഞാനിങ്ങനെ കിടക്കുന്നത്. രാജകീയമായി ജീവിച്ച ഞാൻ ഇതിനകത്ത് വെറും തറയിൽ കിടന്നുറങ്ങുന്നില്ലേ? ഇതിനകത്ത് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എണ്ണിക്കൂട്ടി കണക്കെഴുതി വെക്കുന്നുണ്ട്. ആ വേദന തിരിച്ചു കൊടുക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. രാധിക നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ വരുൺ ചിറകൊടിഞ്ഞവനെ പോലെയാകും. വെട്ടി വീഴ്ത്താൻ എളുപ്പമാ. നീ വയ്ക്കോ. CA സാർ എന്തെങ്കിലും പറഞ്ഞാൽ മറുത്ത് പറയാൻ നിൽക്കണ്ട. തൽക്കാലം അയാളെ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. ചെല്ല്. ഒന്ന് നിൽക്കണേ. എന്താ നീ കാണിച്ചത്? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ആരാ നിനക്ക് വഴി പറഞ്ഞു തന്നെ? പരമേശ്വരൻ സാറ്, നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുക. ഇവള് മുറിയിൽ കിടന്ന് ഉറങ്ങാന്നാ കരുതിയത്. പക്ഷേ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞപ്പോ സത്യത്തിൽ ഞെട്ടിപ്പോയി. അച്ഛാ, പ്രിയങ്ക തനിച്ചായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഇവിടെ കരുതിക്കൂട്ടി ആരോ ഇങ്ങോട്ട് അയച്ചതാ. അതെന്തായാലും മറ്റാരും ആയിരിക്കില്ല, മുത്തശ്ശി തന്നെ ആയിരിക്കും. അച്ഛനത് ചോദിച്ചില്ലേ അവരോട്?
ചോദിച്ചു, പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല. പറ്റിപ്പോയി മോളെ. നിന്നോട് അവള് കാണിക്കുന്ന സ്നേഹമൊക്കെ അച്ഛനും അമ്മയും കണ്ടതാ. പക്ഷെ ഇത്ര ദൂരം അവള് പുറപ്പെട്ടു വരുന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. തിരുമേനി, നിങ്ങളെ ആരെയും ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. മോളെ വിളിച്ചോണ്ട് പൊയ്ക്കോളൂ. മോളെ വാ, നമുക്ക് പോവാം. നിങ്ങൾ ആരാ? വാ മോളെ, അച്ഛനാ വിളിക്കുന്നത്. മോളെ വാ. യശോദേ, അവളെ പിടിച്ചേ. വാ മോളെ. മോളെ വാ. എന്നെ പറഞ്ഞയക്കില്ല. അവരോട് പോവാൻ പറ. എന്നെ പറഞ്ഞയക്കില്ല. ഞാൻ പോവില്ല. എന്നെ പറഞ്ഞയക്കില്ല. ദേ, ഏട്ടാ ഇവളെ ഇവരോടൊപ്പം ഇപ്പം അയച്ചേ പറ്റൂ. ഏട്ടാ ഒന്ന് പിടിച്ചേ. വാ, പാടി ഇങ്ങോട്ടോ. വാ, വരാൻ. മോളെ ഒച്ചയെടുക്കല്ലേ. ഇങ്ങോട്ട് വരാൻ. മോള് വന്നേ. വേണ്ട. വാ, അയ്യോ, സൂര്യ. വാ, എന്താ ഇത്? സൂര്യ, അവളെ വിടും. ഏയ്, നടക്ക്. സൂര്യ, വേണ്ട. നടക്കാം അങ്ങോട്ട്. സൂര്യ. അച്ഛാ വിളിച്ചോണ്ട് പോ ഇവിടെ. മോള് കേറ്. നമ്മുടെ വീട്ടിലേക്ക് പോ. മോളെ. ചേച്ചി, ചേച്ചി. എനിക്ക് ഇവിടെ നിന്നാ മതി. എന്നെ പറഞ്ഞു വിടല്ല. ചേച്ചി എന്നെ പറഞ്ഞു വിടല്ല. എനിക്ക് ചേച്ചിയുടെ അടുത്ത് നിന്നാ മതി. എന്നെ കൊണ്ടുപോലെന്ന് പറ. എന്നെ വിടല്ല. നോക്കാം. കൊണ്ടുപോലെന്ന് പറ. ഒരാള് ഇവളോടൊപ്പം ദയനീയത കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ പറ്റൂ. എന്നിട്ട് വാ ഇങ്ങോട്ട്. വാ. എഴുന്നേക്ക്. വാ ഇവിടെ. ഏയ്, വേല പിടിക്കില്ല. നിർത്തണ. ചേച്ചി